presents ലില്ലി ലില്ലി എന്താട്ടാ ലൈസൻസ് എവിടെയാടി? ലൈസൻസാ? ഞാൻ പറഞ്ഞല്ലേ ലൈസൻസ് പുതുക്കാനായിട്ട് ഇന്ന് അത്യാവശ്യമായിട്ട് പോകണ്ടാണ് എനിക്ക്. ഇന്ന് രാവിലെ പോയില്ലെങ്കിൽ കാര്യം നടക്കുകയില്ല. എന്റെ തന്നില്ലല്ലോ ഏട്ടൻ. നിന്റെ ഞാനിവിടെ പോക്കറ്റ് ഇട്ടിരുന്നത് കാണാനില്ല. ദൈവമേ, ഞാൻ കണ്ടില്ല. കണ്ടില്ല അവിടെ നിന്ന് പറയാൻ ഇങ്ങോട്ട് വാ. ഏട്ടാ പാലടുപ്പത്ത് വെച്ചിരിക്കുവാണ്. അതാണ് എനിക്ക് അത്യാവശ്യം. ഒരു മനുഷ്യൻ അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് റോയിലൊന്ന് നോക്കിക്കേ. ഞാൻ ഇന്നലെ എടുത്ത് ഈ പോക്കറ്റിൽ ഇവിടാണ്ട് വെച്ചിരുന്നു. സാറേ എല്ലാം വീണാ പോയി അല്ലെങ്കിൽ ഞാനിപ്പോ വരാം. നീ തൂത്തപ്പോഴല്ലേ കണ്ടോ? തൂക്കും എങ്ങനെ ഏട്ടാ? നീ ആ സംസാരിക്കുന്ന ഇങ്ങോട്ട് വന്നു. കിട്ടിയേട്ടാ? ഇല്ല. കനക ഓർമ്മട്ടോ? അരുൺ സാറ്, ഞാനിവിടെ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്. ഇവിടെയോ? ഓ, ഞാനിവിടെ വീടും വസ്തുവൊക്കെ മേടിച്ചില്ലേ മാർക്കറ്റിന് തൊട്ടപ്പുറത്ത്. എടപ്പഴിഞ്ഞില്ല? ഓ തന്നെ. ശരി, നമുക്കിരുന്ന് സംസാരിക്കാം. എത്ര ദിവസമായി വിചാരിക്കുന്നോ ഇങ്ങോട്ട് വരണമെന്ന് സമയം കിട്ടുന്നില്ല. ഇത്ര തൊട്ടടുത്തായിട്ട് പോലും വന്ന് കാണാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ അറിഞ്ഞു കനകൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഓ സാറേ, അല്ല ഇവിടെ വേറെ ആരും ലില്ലി വന്നേ. പോയില്ലേ ഇതുവരെ? സാർ, അരവിന്ദ് സാറ്. നമസ്കാരം. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സാറിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു സ്റ്റേഷൻ മഞ്ചേരിയിലൊക്കെ. സാർ ഇപ്പൊ ഇവിടെ ഇടപ്പഴിഞ്ഞിലൊരു വീട് വാങ്ങി താമസിച്ചു. കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നു വന്ന് കാണണം, സമയം കിട്ടുന്നില്ല. ചായ ആണോ? ചായ ആവാം, ആയിക്കോട്ടെ. ചായ എടുക്കാം. വിത്തോട്ട്? വിത്തോട്ടൊന്നുമില്ല, മധുരടാം. എനിക്ക് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒന്നുമില്ല. കനകനെ കണ്ടിട്ട് ഇതെല്ലാം ഉള്ള ലക്ഷണമാണല്ലോ. ഇല്ല സാർ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കനക, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര കാലമായി കാണും? നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടിരുന്നു. ഇവിടെ സാർ ഒരു സെക്രട്ടറി വന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ടിരുന്നു ഞാൻ. അത് ശരി. പക്ഷെ സാറ് റിട്ടയർഡ് ആയ കാര്യം ഞാൻ കുര്യാക്കോ സാർ പറയുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ ആദ്യമായി കണ്ടത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? മഞ്ചേരി സ്റ്റേഷനിലെ. അതെ, മഞ്ചേരി സ്റ്റേഷനിലെ ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യത്തെ പോസ്റ്റ്. അല്ല, എന്റെ രണ്ടാമത്തെ പോസ്റ്റിംഗ് അല്ല, ആദ്യത്തെ പോസ്റ്റ്. എനിക്കറിയാമല്ലോ സാർ. തർക്കിക്കണ്ട, അതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയാ. അല്ല, കനകൻ എന്തിനാ താടി വളർത്തിരിക്കുന്നത്? ഓ, ശബരിമല ഡ്യൂട്ടി ആയിരിക്കും. അല്ല സാർ, ഞാനിപ്പോ ഒരു എസ്ഐ ടെസ്റ്റ് എഴുതാനുള്ള ശ്രമത്തിൽ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ശബരിമല ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡ്യൂട്ടി അല്ല. അതൊക്കെ കൊച്ചെ നീയും കേക്കണം. ഇപ്പോഴൊക്കെ ശബരിമല ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഡ്യൂട്ടി? അതൊക്കെ പണ്ടാണ് ശബരിമല ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി. ഇപ്പൊ കോൺക്രീറ്റ് റോഡൊക്കെ ആയിപ്പോയില്ലേ. പണ്ടതൊന്നുമില്ല. ഭയങ്കര വനമല്ലേ, മൃഗങ്ങളുടെ അസാധ്യ ശല്യവും. അയ്യോ, ഒരു രക്ഷയില്ല. ഒരുവിധപ്പെട്ട പോലീസുകാരൊന്നും ശബരിമല ഡ്യൂട്ടിക്ക് പോകത്തില്ല. മണ്ഡലകാലം തുടങ്ങുന്ന മുമ്പ് SP സാർ എന്നെ പിടിക്കും. കുരുവിള, അരവിന്ദാ റെഡി ആയിക്കോ, നീ ശബരിമല ഡ്യൂട്ടിക്ക് പോണം. ഞാൻ അതിനപ്പോഴേ റെഡി, അതിന് മുമ്പേ റെഡി. എന്റെ കൂടെ 4 പോലീസുകാരുണ്ടാവും. ഞങ്ങൾ പിന്നെ പോയി അവിടെയൊക്കെ നിയന്ത്രിച്ച കാര്യങ്ങളൊക്കെ നാക്കി നല്ല വൃത്തിയായിട്ട് നടത്തും. എല്ലാം ഭംഗിയായിട്ട് നടത്തും. അവൻ അറിയാൻ കാര്യങ്ങൾ. അറിയില്ലേ? ഒരിക്കൽ നമ്മൾ ശബരിമല ഓർമ്മയുണ്ടോ? ഒരു കടുവ ചാടിയപ്പോഴത്തേക്ക് ഞാൻ കയറി രക്ഷപ്പെടുത്തിയത്. ഇവന്റെ മുമ്പിൽ ഒരു കടുവ എടുത്ത് ചാടി കൊന്നുകളയുള്ളതല്ലായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് രക്ഷപ്പെടുത്തിയ ആളായത്. അതുകൊണ്ട് എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാർ ഇനി ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും വരും. ഞാൻ അത്യാവശ്യം എനിക്കൊന്ന് ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇറങ്ങിയപ്പോഴാണ് സാർ. കനകൻ എന്തോ ഈ പറയുന്നത്? ഇത്രയും നാളായിട്ട് ഇത് ചെയ്തില്ലേ? എന്റെ കനക, നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർ അല്ലേ? അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണ്ടേ? അല്ല, ഞാൻ ഈ പഠിത്തത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഡ്യൂട്ടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. എനിക്ക് നിർബന്ധം അക്കാര്യത്തിലൊക്കെ. അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങാം, ധൃതിയുണ്ടല്ലേ? ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കാം. ഓ, ശരി ശരി. സാർ ഇടയ്ക്ക് വരുമല്ലോ അല്ലേ?
പിന്നെ അയ്യോ, തീർച്ചയായിട്ടും വരും. അപ്പൊ ഞാൻ അങ്ങോട്ട് ശരി. കാണാം. ഏട്ടൻ ഇപ്പൊ ഒരു ധൃതിയില്ലല്ലേ? നേരത്തെ എന്തൊരു ഒച്ചപ്പാടും ബഹളമായിരുന്നു. എടി, ഒരാള് വീട്ടിൽ കയറി വരുമ്പോ എങ്ങനെയാടി പരിചയമുള്ള ഒരാളല്ലേ? ഈ സാർ അത്രക്ക് വലിയ ആളാണോ? അല്ല, കടുവയുടെ മുമ്പിൽ നിന്നൊക്കെ ഏട്ടനെ രക്ഷിച്ചെന്ന് പറഞ്ഞു. നിനക്ക് ഭ്രാന്തുണ്ടാടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ഞാൻ പറയൂലേ? തള്ളാണല്ലേ? എടി, ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായ സമയം, അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടന്ന സകല കേസിന്റെ മുന്നിൽ സാറാണെന്നാണ് സാറ് പറയുന്നത്. ആ ഏരിയ സാറ് കാണൂല. റോസ് ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാന്നേ? അതല്ല, ഈ പണിക്ക് പോകുന്ന എന്നും പറയുന്നുണ്ട്, പോവത്തില്ല. പിന്നെ നമ്മൾ മുഖം കറുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. ആ, ഇപ്പൊ ഒന്നും അയക്കുന്നില്ലേ? അല്ല, പണിക്ക് പോയാലല്ലേ അയക്കാൻ പറ്റുള്ളൂ. വിഷമിക്കണ്ട, ഞാൻ പറയാം. ഞാൻ പറയാം. ആ, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാം. ആരുമില്ലാത്ത വീട്, കത്തുന്ന ഫ്രൈ പാൻ, മുട്ട, ബുൾസൈ ഓംലെറ്റ്. ബുൾസൈ. അല്ല ഓംലെറ്റും അല്ലാത്ത പരിപാടിയല്ലോ. മാർഗമുണ്ടല്ലോ. എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ബുൾസൈ ഉണ്ടാക്കാൻ നോക്കിയതാണ്. ഇപ്പൊ ബുൾസൈ ആണോ ഓംലെറ്റ് ആണോ ഒന്നും അല്ലാത്തൊരവസ്ഥയായി. വേണോ? ബുൾസൈയുടെ ഓംലെറ്റിന്റെ കാര്യമൊന്നും അല്ല ഞാൻ ചോദിച്ചത്. അച്ചാച്ചൻ എന്താ പണിക്ക് പോകാത്തത്? പണിക്ക് പോകാത്തത് മെനഞ്ഞാന്ന് പോയില്ലേ? മെനഞ്ഞാന്ന് പണിക്ക് പോയായിരുന്നല്ലോ. അപ്പൊ ഇന്നലെ ഇന്നും എന്താ പോകാത്തത്? വർക്ക്ഷോപ്പിലെ ഓയിലിന്റെ സ്മെല്ലടിക്കുമ്പോഴേ ഭയങ്കരമായ ചുമയും തുമ്മലും അലർജിയാന്ന് തോന്നും. അപ്പൊ ഇനി പണിക്ക് പോണില്ലേ? അല്ല, പണി വരുമ്പോ വിളിക്കും. ഷട്ടർ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ അച്ചാച്ച ഇങ്ങനെയാണെങ്കിൽ അച്ചാച്ചന്റെ വർക്ക്ഷോപ്പ് പൂട്ടും. ഞാൻ പൂട്ടിട്ടാ വന്നേ. നേരെ കൊടുങ്ങാവളക്ക്. അതല്ല പറഞ്ഞത്. ഇന്നൊരാള് വണ്ടിയായിട്ട് വർക്ക്ഷോപ്പിൽ വന്ന് എന്ത് ചെയ്യും? ഷട്ടർ നമ്പർ എഴുതിയിട്ടുണ്ട്, അത് നോക്കി വിളിക്കും. അല്ല, ബാർബർ ഷോപ്പിൽ നിന്ന് മരി തന്നെ വിളിച്ചു പറയും. അല്ലാതെ അവര് വേറെ വർക്ക്ഷോപ്പും തിരക്കി പോകത്തില്ലായിരിക്കും. അവിടെയാണ് മെക്കാനിക്കൽ റൊണാൾഡിന്റെ കഴിവ്. എന്റെ അടുത്ത് വണ്ടിയും കൊണ്ട് പണിക്ക് ഒരാൾ വന്നാൽ പിന്നെ ആരും ഇവിടെ വേറെ പോകത്തില്ല. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. റോസ്മേരി വിളിച്ച ലക്ഷണമുണ്ടല്ലോ. വിളിച്ച് എന്തോ ഉദ്ദേശം? റോസ്മേരിയോട് പറയണം, എന്നും തിരുവനന്തപുരം ജില്ലകളിൽ ബൈക്ക് കംപ്ലൈന്റ് ആവത്തില്ല. ഉദാഹരണത്തിന് ഒരാൾ ഒരു പണിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് റെഡിയാക്കി കൊടുത്താൽ പിന്നെ അടുത്ത വർഷം ഒരിക്കൽ കംപ്ലൈന്റ് വരുന്നത്. മെനഞ്ഞാന്ന് കൊണ്ടുവന്ന ബൈക്ക് 5 മണിയായിരുന്നു. അതിന്റെ തലേന്ന് 3 ദിവസമായിട്ട് രാത്രിയും പകലും കഷ്ടപ്പെട്ടാണ് വണ്ടി മെനഞ്ഞാന്ന് ഇറക്കി കൊടുത്തത്. പൈസ കിട്ടിയാ? പൈസ കിട്ടി. അയച്ചാ? ഉള്ളത് വിട്ടുകൊടുത്തു. കടല പറ്റ ഉള്ളത് ഇട്ട് കൊടുത്തു. കടല പറ്റൊക്കെ ഉണ്ടായിരുന്നു. റോസേജ് പറഞ്ഞല്ലേ ഇട്ട് കൊടുത്തില്ലെന്ന്? അത് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞേ. അച്ചാച്ചന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അത് തന്നെ. ഇനിപ്പിന്നെ പണി വരുമ്പോഴല്ലേ പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഓയിലിന്റെ സ്മെല്ലും കൊണ്ട് അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ തലവേദന തലവരും. അതാണ് 2 ദിവസം പണിഞ്ഞിട്ട് 2 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്. മനസ്സിലാക്കൂ സഹോദരി. അതാണ്, ഒരു ദിവസം പണിയെടുത്താൽ 3 ദിവസം റെസ്റ്റ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മെക്കാനിക്കിന്റെ ദീനരോധനം വീട്ടിൽ ഇരുന്ന് ചമ്മന്തിയും ചോറും അരയ്ക്കുന്ന ഇവർക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, ഇത് റോസ്മേരി കൊടുത്തു വിട്ടേ. കൊടുത്തോളാം.
ആ ലില്ലി, നീ എന്നോട് ക്ഷമിക്കണേ. അല്ലല്ലോ, വേറെ ഒന്നുമല്ല. ഈ നമ്മുടെ അരവിന്ദ സാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്, എടപ്പഴിഞ്ഞ് നിന്ന്. ഓ ആ, അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് കുറേ നേരം കഴിഞ്ഞ് വരുള്ളൂ. കുറേ നേരം എന്ന് പറഞ്ഞാൽ രാത്രിയാവും. സാറിൻ്റെ പറയാം, രാത്രിയാവും എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, എന്നിട്ട് സാർ ഇറങ്ങുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി. സാർ ഇറങ്ങിയതിന് ശേഷം നീ എന്നെ മിസ് കോൾ തന്നാൽ കേട്ടാ. എന്റെ പൊന്നേട്ടാ, ഏട്ടൻ പറഞ്ഞില്ല അരവിന്ദ സാർ വരുന്നുണ്ടെന്ന്. ഈശ്വര, ഇവിടെ വന്ന് എത്ര സമയമാണെന്നറിയോ ഇരുന്നത്. ഭയങ്കര ദുരന്തമായിട്ട് അങ്ങേര്. ഞാൻ പറഞ്ഞ ഏട്ടൻ വരാൻ താമസിക്കും. പോകാൻ പറയാൻ പറ്റുമോ നമുക്ക്? നമ്മൾ താമസിക്കുന്നപ്പോ അല്ല വരട്ടെ, കനകം വരട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാ. അതങ്ങനെ പുള്ളി പിടിച്ച പിടിയിലങ്ങ് നിന്നളയും. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, അപ്പൊ തുടങ്ങി ഇത്. പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ്. പിള്ളേരെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് ശരിയാണോ? ഗുരുക്കന്മാരുടെ മുഖത്ത് നോക്കി അവർ ഡയറക്റ്റ് അല്ലേ പഠിപ്പിക്കേണ്ടത്, ഇങ്ങനെ ഓൺലൈനിലൊക്കെ പഠിപ്പിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ഒരു ക്ലാസ്. എന്റെ പൊന്നോ, ചന്ദ്രനിൽ കല്ലളകിയെന്ന് പറഞ്ഞ പുള്ളി അതിനെപ്പറ്റി അഭിപ്രായം പറയും. കാരണം ലോകത്തുള്ള സകല കാര്യത്തെ പറ്റി കാര്യം ഞാൻ പറഞ്ഞേക്കെ. ഇനി അങ്ങേര് വരുമ്പോ എന്നെ അങ്ങേരുടെ മുമ്പിൽ ഇട്ടു. നീ എന്റെ അടുത്ത് എന്തെങ്കിലും വളച്ചിൽ കാണിക്കണമെന്ന് സാറേ, അത്യാവശ്യം വീട് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ അമ്മ എവിടെ? ആരാ? റൊണാൾഡോ. അവരുടെ അടുത്ത് 2-3 ദിവസമായിട്ട് ഈ സീറ്റിന്റെ കവറിന് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു. അയ്യോ, പണിയെടുക്കത്തില്ല, വിയർക്കാൻ പാടില്ല. ഇപ്പൊ അവിടെ തന്നെ ഇരിപ്പ. ഇവൻ വന്ന കാലം തൊട്ട് ഞാൻ അവന് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അവൻ പണിയെടുക്കുന്നില്ല, അവൻ മടിയനാണ്, നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ കേൾക്കോ? അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നു. എന്ത് പറഞ്ഞു? ഇന്നലെ റോസ് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. റോസ് ചേച്ചി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടം പറഞ്ഞു. പണിക്ക് പോണില്ല, പൈസയൊന്നും അയക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഇന്നലെ അവിടെ ചെന്ന് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇത് ഇങ്ങനെയൊന്നും ശരിയാവത്തില്ല, ഇങ്ങനെ എപ്പോഴും വർക്ക്ഷോപ്പ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ള പണിയും കൂടെ പോവും. എന്നെ വലിയ ലില്ലിപ്പണ എന്നെ പഠിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞു പണിക്ക് വിട്. ഞാൻ എന്തെല്ലാം പറഞ്ഞിരിക്കും, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കേക്കണ്ടേ? ഇത് അതെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ശരിയത്തില്ല. ഒന്ന് പറയണേ. പോവാണ്. ആ പോണു. എന്തെത്തി? എനിക്ക് പിന്നെ അടുക്കള പണിയില്ലേ? മറ്റേ കലക്കുന്ന വെള്ളം ഐസിട്ട് ഒരു ഗ്ലാസ് എടുത്തു. ഇല്ല. എന്താ വെച്ചു? എടാ, ഒരു കാര്യം പറഞ്ഞ ഉത്തരവാദിത്തം വേണം. ഇതിനൊരു കവർ മേടിച്ചിടുക, അല്ലെങ്കിൽ ഒരു അപ്പോൾസറി കടയിൽ കൊണ്ടുപോയിട്ട് ഒരു പാച്ച് ഇവിടെ ഒട്ടിച്ച പോലെ. ആകാശിനടുത്ത് പറഞ്ഞ ഒട്ടിച്ചേരാന്ന് പറയാൻ ചെയ്ത്. ഏതാകാശ്? അപ്പോൾസറി അയക്കത്തില്ലേ? മറ്റേ ഷാരൂഖ് ഖാൻ കണക്കിന് പോയനാ. ഒരു കാര്യമില്ല അവന്റെ ഒരു കാര്യമില്ല. ഞാൻ അവന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞല്ലേ ചെയ്തരും. അതിനിപ്പോ ഞാൻ തന്നെ കൊണ്ടുപോകാം. അല്ല വേണ്ട, ഞാൻ കൊണ്ട് ചെയ്തേ. അവൻ നമ്മുടെ വർഷം പണിയല്ല അവനിൽ ചെയ്തേ. വേറെ മഴയൊക്കെ പെയ്യുമ്പോഴാ വെള്ളം നനഞ്ഞാലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ഉദ്ദേശം എന്താണ്? ബസ് പറഞ്ഞപ്പം ലില്ലിപ്പടം എന്തായാലും തണുത്തുള്ള ചോട്ടുണ്ട്. തകത്തോരണം കുടിക്കണം, ഒന്ന് കിടക്കണം. അല്ല, അപ്പൊ ഈ വർക്ക്ഷോപ്പിൽ പൊക്കൊന്നും വേണ്ടേ? അപ്പം ലില്ലിപ്പണെന്ന് പറഞ്ഞില്ലേ? ഇല്ല. പെട്രോളിന്റെ മണം അടിക്കുമ്പോ തുമ്മലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തുമ്മി രാവണന്റെ തൊട്ട് 10 തലയാവും. അലർജി. ഓ, മറ്റവന് ബുദ്ധി കൊണ്ടാണ് 10 തല. നിനക്ക് തുമ്മി 10 തലേ. ഇപ്പൊ വന്നൊരു സൂക്കേടാ. ഈ സൂക്കേട് നേരത്തെ ഉള്ളതല്ലേ? ഈ വർക്ക്ഷോപ്പിൽ പോകാതിരിക്കാനുള്ള നിനക്ക് നന്നായിട്ട് പണിയാറുന്ന ഒരാളല്ലേടാ. പണിയെടുക്കണ്ടേ നമ്മള്? കൊച്ചുങ്ങളൊക്കെ വളർന്നു വരെയല്ലേ? പണി വരണ്ടേ മച്ചമ്പി? ഈ ദിവസം പ്രതി എന്തോരം വണ്ടികളാണ് നിരത്തി ഇറങ്ങുന്നത്. ഈ ഇറങ്ങുന്ന വണ്ടിയെല്ലാം കംപ്ലൈന്റ് ആണെന്നാണ്. ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് മാലയിട്ട് ഇറങ്ങിയാൽ കുറഞ്ഞത് 2 വർഷം എടുക്കും പണി വരണമെങ്കിൽ. ഇല്ലാതെ അവൻ അങ്ങോട്ട് കൊണ്ടുവരുമോ? ആദ്യത്തെ 3-4 ഫ്രീ സർവീസിനകത്ത് ചെറിയ പണിയെല്ലാം അവിടെ തീർക്കും. വലിയ പണി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. വലിയ പണി വരുമ്പോൾ നമ്മൾ ടക്കര ചെയ്ത് തീർത്തു കൊടുക്കും. പിന്നെ ഈ ഏരിയയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും ഞാൻ പണിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി വീടുകളിൽ കയറി സിറ്റ് ഔട്ട് ഇരിക്കുന്ന വണ്ടി ഞാൻ തന്നെ കംപ്ലൈന്റ് ആക്കണം. എല്ലാ വീട്ടിലും CCTV ഉണ്ട്. ആ കേസ് മച്ചമ്പിക്കാൻ വരും. അത് വേണോ? ശരിയാ, അതെ വണ്ടി ശരിയാക്കാൻ വന്നാലും സാർ, ഇത് അരവിന്ദ് സാറ്.
പോലീസിലായിരുന്നു സാർ ഇപ്പൊ ഇടപ്പഴിഞ്ഞില്ല താമസിക്കുന്നത്. ഓ ശരി ഇവിടെ ഒരു വീടൊക്കെ മേടിച്ച് സാർ ഇവിടെ താമസിച്ചോടെ. ആണല്ലേ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇരുന്ന് ആകെപ്പാടെ ബോറടിച്ചു. അപ്പോഴാ ഞാൻ ഓർത്തത് കനകൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. നന്നായി സാർ. അപ്പൊ പിന്നെ അപ്പൊ കുറച്ചു നേരം സംസാരിച്ചിട്ട് സമയം പോകുമല്ലോ. പിന്നെ സാറേ ഇത് റൊണാൾഡോ. ഓ ഓ ഓ ഓ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന മെക്കാനിക്കൽ ഒരാളാണ്. ഓഹോ ടൂ വീലറൊക്കെ ഇത് ഇപ്പൊ നോക്കി സ്റ്റാർട്ട് ആയിക്കളെ. അത് ശരി. അത്ര എടുക്കല. ഞങ്ങള് സ്റ്റേഷനിലൊക്കെ എന്തെല്ലാം കേസിനാണ് കൊണ്ടുപോയിട്ടെന്ന് അറിയാമോ? അത് ശരി. ചില വണ്ടികൾ മോഷണം പോയ വണ്ടികളൊക്കെ ഉണ്ട്. ആരെങ്കിലും കള്ള ലോക്കിട്ടൊക്കെ വെച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. പുള്ളി വന്നിട്ട് ഇങ്ങനെ 2 തട്ട് കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ എന്റെ അളിയനുണ്ട് ക്ലീറ്റയുടെ അനിയനാണ്. നല്ല പയ്യനാണ്. എല്ലാം നല്ല ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നവനാണ്. വേണം അങ്ങനെ വേണം. പണികളെല്ലാം. പിന്നെ എന്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് അവന് പോലീസുകാരായിട്ട് നല്ല അടുപ്പാ. ഓഹോ, പോലീസുകാരന് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ. ഞാൻ ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന വണ്ടി ലേലത്തിന് വിളിക്കുമ്പോ ബൈക്ക് ഞാൻ കുറഞ്ഞ വിലക്ക് എടുത്ത് ശരിയാക്കി കൊടുക്കും. അങ്ങനെ മിക്കവാറുള്ള സ്റ്റേഷനൊക്കെ ചെറിയ പതിവേജുണ്ട്. അത് ശരി. സാർ പിന്നെ അങ്ങനെ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ വരെ ഒന്ന് പോണം. അല്ല ഈ വേഷത്തിലോ? വട്ടിയൂർക്കാവ് വരെ നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനിപ്പോ വരാം. ഞാനോട് വരാം. വേണ്ട, സാറിന് നല്ല കമ്പനി ആയിരുന്നു. മതി. ഞാനേ ചെരുപ്പ് വേണ്ട. സാരമില്ല, അത് ക്യാമറ പിടിച്ചോളൂ. പോലീസുകാരന്റെ ഒരു ഉത്തരവാദിത്വം. എവിടെ താമസിക്കുന്ന പറഞ്ഞു? ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഇടപ്പഴിഞ്ഞില്ല മാർക്കറ്റിന്റെ അവിടെ. മാർക്കറ്റിന്റെ അവിടെ അവിടെ ആണല്ലേ. അതെ അതെ. ഇപ്പൊ സർവീസിലുണ്ടോ? ഇല്ല, ഞാൻ പെൻഷൻ പറ്റി. മനസ്സിലായോ? പിന്നെ ഞാൻ സർവീസിലിരുന്ന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിറങ്ങിയ ഒരാളാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്നെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. അത് ശരി. അപ്പൊ മച്ചമ്പിയായിട്ട് ഒരുമിച്ച് സെക്സ് വർക്ക് കിട്ടും. പിന്നെ കൊള്ളാം. കനകനാക്കിയത് ഞാനല്ലേ. അല്ല, താങ്കളുടെ സ്ഥലം എവിടെയെന്നാ പറഞ്ഞത്? കൊടങ്ങാവള. നെയ്യാറ്റിങ്കര കൊടങ്ങാവള. നെയ്യാറ്റിങ്കര കൊടങ്ങാവിള. അവിടെ ഒരു ഫിലിപ്പ് സാറിന് അറിയാം? ഫിലിപ്പ് സാർ എന്ന് പറയുമ്പം മറ്റേ സർക്കിളായിട്ട് റിട്ടയർഡ് കൊടവേറുള്ള അങ്ങനെ രണ്ടും ഒരു വള്ളിയിലല്ലയോ? അത് ശരി. പിന്നെ ഈ ഫിലിപ്പ് സാർ ആക്കിയത് ആരാ? ഞാനല്ലേ. പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരി. ഫിലിപ്പ് സാർ കില്ലാടിയാന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. ഭയങ്കര കില്ലാടിയായിരുന്നു. എന്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. കാരണം ഞാൻ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് സാറിന് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാള് ഞാനാണ്. അതുകൊണ്ട് എന്നോടൊരു പ്രത്യേകം അത്. കഴിഞ്ഞ ദിവസം ഞാൻ ലുലുവിൽ വെച്ച് കണ്ടായിരുന്നു. ലുലുവിൽ വെച്ചാ? അതെ, ഫിലിപ്പ് സാറിനെ കഴിഞ്ഞ ദിവസം ഞാൻ ലുലുവിൽ വെച്ച് കണ്ടായിരുന്നു. അല്ലെ ഈ കൊടവയറുള്ള ഫിലിപ്പ് സാർ? അത് എന്നെന്ന്. ഓ, ഫിലിപ്പ് സാർ മരിച്ചിട്ട് ഇപ്പൊ വർഷം രണ്ടായിരുന്നു. കാലം പോണ പോക്ക്. അപ്പൊ പിന്നെ ഞാൻ ലുലുവിൽ വെച്ച് കണ്ടത് ആരെയാണ്? ആരെയാ? ഫെർണാണ്ടസിനെ. ഫെർണാണ്ടസ്. ഓ, സന്ധ്യ സമയത്ത് ഇതുപോലെ നമ്മൾ രണ്ട് മാത്രമായിട്ട് ഇരുന്നിട്ട് എത്ര നാളായി? അതെ, പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ സമയം കിട്ടുമായിരുന്നു. ഇപ്പൊ ഒട്ടും സമയമില്ല. പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ഏട്ടന് സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ലല്ലോ. മഴ വീണ് ചെറിയ മഴ നല്ല പെയ്യട്ടെ. മഴ പെയ്യട്ടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങോട്ട് അടിച്ചു വരും. ഞാൻ ഏട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവിടുന്ന് ഇവിടെ വരെയെങ്കിലും ചെറുതായിട്ടൊന്ന് ഡ്രസ് വർക്ക് ചെയ്യാം നമുക്ക്. എടി, ഇതാണ് ഈ വീടിന്റെ ഭംഗി. നമ്മൾ എന്തെങ്കിലും ഇനിയിപ്പോ കേട്ടാൽ നമ്മൾ പ്ലാസ്റ്റിക് വല്ലതും വെച്ച് ഇങ്ങോട്ട് കെട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ
ഈ വീടിന്റെ ഭംഗി അങ്ങ് പോവും. ഭംഗി പോണല്ലേ ഏട്ടാ, മൊത്തം ഇവിടെ ഒക്കെ നനയും. അതങ്ങനെ ഇത് അന്ന് ഇത് കോൺക്രീറ്റ് സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടല്ലേ ഇടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കോൺക്രീറ്റ് ചെയ്തേ പറ്റും, പൊടി പറക്കണ്, തൂക്കാൻ അതുകൊണ്ട് വയ്യ. എന്താ അതുകൊണ്ട് മണ്ണി കളിക്കാൻ സ്ഥലമില്ല ഇപ്പൊ. പിന്നെ മണ്ണിൽ ഇവിടെ അപ്പുറത്ത് ഉണ്ടല്ലോ മണ്ണ്, ഇത് ആവശ്യത്തിന് മണ്ണുണ്ടല്ലോ. നീ ഇത് എവിടെ പോയിരുന്നടാ? അച്ചമ്പിയ തന്നെ ചോദിക്കണം. മോർച്ചറിക്കകത്തെ ഫ്രീസറിനകത്തോട്ട് ബോഡി വെച്ച് തെള്ളി വിടുന്ന പോലെ അങ്ങേറെ വായിലോട്ട് എന്നെ തെള്ളി ഇട്ട് കൊടുത്തിട്ട് മച്ചമ്പി ആ വഴിക്ക് പോയി. അങ്ങനെ ഈ അയ്യമായ മുഴുവനും അയ്യ മൊത്തം കൊണ്ട് എന്നെ കൊണ്ടുവരുന്ന ബെഡായി പറഞ്ഞു. അങ്ങേറെ ബെഡായി മുഴുവനും ഞാൻ കേൾക്കുന്നത് മനസ്സിലായപ്പോൾ അങ്ങനെ വാടാ ബിരിയാണി മേടിച്ചാലാന്ന് പറഞ്ഞ് ഇവിടുന്ന് തിരുമല വരെ നടന്നു. അതുപോലെ ബിരിയാണി കിട്ടിയില്ലേ? ബിരിയാണി കിട്ടിയതോ തിരുമല വരെ കത്തി മുഴുവനും കേട്ടു. അവസാനം ബിരിയാണി കഴിച്ച് എന്നെ കൊണ്ട് ആ പട്ടാള ക്യാമ്പ് 4 വലത്ത് നടന്ന് മൊത്തം അങ്ങേര് സർവീസിൽ കയറി അന്നു മുതൽ പെൻഷൻ പറ്റി മെനഞ്ഞാന്ന് ട്രഷറിയിൽ പോയ കഥ വരെ കേട്ട് കഴിച്ച ബിരിയാണി അതേപോലെ നല്ല നല്ല കഥകൾ കേൾക്കാൻ പറ്റിയില്ലേ? കഥകളോ അച്ചമ്പിക്ക് അറിയോ? ഇത് മഴയല്ല. ഇവന് മഴയല്ലേ ഇത്? അല്ല, എന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് പ്രകൃതി വരെ കരഞ്ഞു പോയത്. പെണ്ണെ എന്തോ അമ്മയുടെ ഉറക്കുളി വല്ല ഇരിപ്പണ്ട് പറഞ്ഞ എന്താ കഴിച്ചിട്ടൊന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനാ. ചായ തരട്ടെ? ഒന്നും വേണ്ട. അങ്ങേരി പറഞ്ഞ കുറെ കഥകൾ ഇപ്പോഴും ദഹിക്കാതെ വയറ്റി കെട്ടിക്കിടക്കും. അതെവിടെങ്കിലും ഒന്നും കൊണ്ട് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇതാ പോലീസ് അള്ള വണ്ടിയല്ലേ, ഇവിടെ നിന്നാ പണിയാവും. അതിനേക്കാൾ നല്ലത് വർക്ക്ഷോപ്പ് പോയി തുറന്നിട്ട് അവിടെ ഉള്ള പണി ചെയ്യുന്നതാ. കനക